ഹലോ, നമ്മളിന്ന് പാൽപ്പാടയ്ക്കകത്തുനിന്ന് വെണ്ണ നെയ്യ് ഉണ്ടാക്കാനായിട്ട് പോവാം കേട്ടോ. നമ്മളതിന് പാൽപ്പാട എല്ലാം വെട്ടിയെടുത്ത് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുറേ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പാത്രം എല്ലാം ഫില്ലായി കഴിഞ്ഞപ്പം നമുക്കിനി അതെടുത്തിട്ട് വെണ്ണ നെയ്യാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ആദ്യം ഈ പാൽപ്പാട മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പോവാം കേട്ടോ. നമുക്ക് കാണാം. അപ്പം നമ്മൾ കുറച്ച് പാത്രത്തിൽ ഇങ്ങനെ പാൽപ്പാട വെട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ഫ്രീസറിലായിരുന്നിരുന്നത്, കുറച്ച് ഫ്രിഡ്ജിലായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് മൂന്നുമാണ് പാൽപ്പാട എടുത്തിട്ട് വെണ്ണ നെയ്യായിട്ട് ആക്കേണ്ടത്. നമുക്ക് കാണാവേ. ആദ്യമായിട്ട് നമ്മൾ പാൽപ്പാട പാത്രത്തിൽ നിന്ന് ഇങ്ങനെ അടത്തി ഇങ്ങനെ എടുക്കും. എടുത്തിട്ട് മിക്സിയുടെ ജാറിലോട്ട് നമ്മൾ ഇടാൻ പോവാണ്. ഇത് കണ്ടിരിക്കുന്നത് നല്ല ഫ്രഷ് പാൽപ്പാടയാണ്. ഇനി നമ്മൾ അതിനകത്തേക്ക് കുറച്ച് നല്ല തണുത്ത വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് അടച്ചിട്ട്, അയ്യോ ജാറിൻ്റെ അടപ്പ് മാറിപ്പോയി, ഇതാണ് അടപ്പ്. ഇത് വെച്ച് കൊടുത്തിട്ട് മിക്സി ഓൺ ചെയ്യാൻ പോകട്ടോ. അങ്ങനെ നമ്മൾ മിക്സിക്കകത്തിട്ട് അടിച്ച പാൽപ്പാട ഈ വിധത്തിൽ വെണ്ണ നെയ്യായിട്ട് ഉരുണ്ട് കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഒരു പാത്രത്തിനകത്തോട്ട് കുറച്ച് വെള്ളം പിടിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ തൈര് ഇപ്പം എടുത്ത ആ പാത്രത്തിൽ തന്നെയാണ് വെള്ളം ഒഴിച്ചിട്ടേക്കുന്നത്. ആ പാത്രത്തിലോട്ട് ഇനി ഇത് പകർത്തി ഒഴിക്കാൻ പോവാം. അങ്ങനെ നമ്മളിത് ഫുള്ളും ഇങ്ങനെ തന്നെ ചെയ്തിട്ട് ഈ വെള്ളത്തിനകത്തേക്ക് ഇട്ട് കൊടുക്കും. ഇനി അടുത്തതും നമ്മൾ ഇതുപോലെ തന്നെ എടുക്കുവാണ്. എടുത്തിട്ട് മിക്സിയിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ തന്നെ തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് ഇതേപോലെ തന്നെ കുറച്ച് നേരം കറക്കി എടുത്തു കഴിഞ്ഞ് തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കും. അങ്ങനെ നമ്മുടെ വെണ്ണ നെയ്യ് വെള്ളത്തിന് മുകളിലേക്ക് പൊങ്ങി കിടക്കുകയാണ്. ഇതിപ്പോൾ കുറച്ചേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇങ്ങനെ ഈ ബാക്കിയിരിക്കുന്ന ഫുള്ളും നമ്മളിങ്ങനെ ചെയ്തെടുക്കാനുള്ളതാണ്. അതിന് ശേഷമുള്ള കാണിക്കാം. അങ്ങനെ നമ്മൾ പാൽപ്പാടയെല്ലാം മിക്സിക്കകത്തിട്ട് അടിച്ച് വെണ്ണ നെയ്യായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം നല്ല വെള്ളത്തിൽ കഴുകിയെടുക്കണം. 3-4 തവണ. ഇപ്പം നമ്മൾ ആദ്യത്തെ വെള്ളത്തിൽ ഇതിങ്ങനെ കഴുകി എടുത്തേക്കുവാണ്. വെള്ളത്തിൻ്റെ കളർ കണ്ടോ, നല്ല വെളുത്ത പാലിൻ്റെ അംശമുണ്ട്. ഇനി ഇത് 1-2 പ്രാവശ്യം കൂടെ വേറെ പാത്രത്തിൽ ഇട്ട് വെള്ളം ഒഴിച്ച് കഴുകി എടുക്കണം. അപ്പോഴാണ് ഈ വെണ്ണ നെയ്യുടെ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടുന്നതും നല്ല കളറായിട്ട് വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഇത് ഉരുക്കുന്ന സമയത്ത് അതിന് ഭയങ്കരമായിട്ടൊരു ചോവ വരാൻ സാധ്യതയുണ്ട്. നല്ല നെയ്യുടെ മണവും ഗുണവും കിട്ടണമെന്നുണ്ടെങ്കിൽ, സ്വാദും കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളിതുപോലെ നന്നായിട്ട് കഴുകിയെടുക്കണം. കഴുകിയെടുത്തിട്ടുള്ളത് കാണിക്കാം. അപ്പം നമ്മൾ 4 വെള്ളത്തിൽ കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ വെള്ളം നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിപ്പോൾ 4ാമത്തെ വെള്ളമാണേ. ഇനി ഇതിനകത്തു നിന്നത് വെണ്ണ നെയ്യ് വാരിയെടുക്കാം. അപ്പം നമുക്ക് ഇത്രയും വെണ്ണ നെയ്യ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഉരുക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നു, അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. ഒരാൾ കമൻ്റ് അയച്ച് ചോദിച്ചായിരുന്നു വെണ്ണ നെയ്യ് എങ്ങനെയാണ് പാൽപ്പാടയിൽ നിന്നും എടുക്കുന്നതെന്ന്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്തത്. അപ്പം നമ്മൾ വെണ്ണ നെയ്യ് എടുക്കുന്ന ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു വീഡിയോ ഇടുന്നത്. തന്നെയല്ല, കഴിഞ്ഞ ദിവസം ഒരു കമൻ്റ് അയച്ച് എങ്ങനെയാണ് വെണ്ണ നെയ്യ് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇത് കാണിക്കുന്നത് കേട്ടോ. ഇനി ഇത് ഉരുക്കിയിട്ടാണ് നെയ്യായിട്ട് മാറുന്നത്. അപ്പം വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും
ബൈ.